നമ്മൾ പുറംനാട്ടിലൊക്കെ വന്ന് ജീവിക്കുമ്പം അതേ രാജ്യത്ത് ഒരു വെളിപ്പുറത്തകലെ നമ്മുടെ സിബിലിംഗ് ഉണ്ട് എന്ന് ചിന്തിക്കുന്നതന്നെ നമുക്കൊരു എക്സ്ട്രാ ധൈര്യം തരുന്നൊരു സംഗതിയാണ്. നമുക്കൊരാവശ്യം വന്നാൽ അവരും അവർക്കൊരാവശ്യം വന്നാൽ നമ്മളും ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു മനസ്സമാധാനമാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, നാട്ടിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് ഭയങ്കര സമാധാനമാണ്. സോ ഇപ്പോൾ തന്നെ ചേട്ടന് സിറ്റിക്ക് പുറത്തുള്ള ചേട്ടൻ്റെ ഓഫീസിൽ പോയിട്ട് ഫുൾ ഡേ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുകൊണ്ട് ചേട്ടന് ഒരു വറിയില്ല. ഇന്നലെ തന്നെ ചേച്ചിയും കൊച്ചിനെയും കൊണ്ടുവന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ചേട്ടൻ പോയി. അബിക്കിന്ന് പോകണേ, അതുകൊണ്ട് ഞാൻ അബിക്കുള്ള ലഞ്ച് പാക്ക് ചെയ്യുക. സാൻഡ്വിച്ചാണ്. ഇവർ ട്രക്കിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് സാൻഡ്വിച്ച്, റാപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അബി എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. വെതർ കൊള്ളാവുന്നതുകൊണ്ട് അബിയുടെ പുറകെ ഞങ്ങളും പുറത്തോട്ട് പോവുകയാണേ. ആ കൂടി ഞാൻ ചിഞ്ചു ചേച്ചിയെക്കുറിച്ച്, എൻ്റെ നാത്തുവിനെ കുറിച്ചൊരു 4 വാക്ക് സംസാരിക്കാവേ. ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയുന്നത്. 4 ചീത്ത പറയുകയാണ് ചേച്ചിക്ക് അത്രയും സന്തോഷം. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ചേച്ചി ഒരു കിഡിലൻ നാത്തുനാണ്. എൻ്റെ ഫസ്റ്റ് നൈറ്റ് വീഡിയോയിൽ ചേച്ചി എന്നെ ഞെട്ടിച്ച കഥ ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ ഫസ്റ്റ് ഡേയിലും ചേച്ചി എന്നെ ഞെട്ടിച്ചു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ചേച്ചി ഞങ്ങളുടെ ബെഡ്റൂമിൽ തന്നെ ഒരു റൂം ടൂർ നടത്തിയേ. ഓരോ കബോർഡും ഓരോ ഡ്രോയറും ഓപ്പൺ ചെയ്ത് ചേച്ചി എന്നെ കാണിച്ചപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി കേട്ടോ. ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ അലിഗേറ്റർ ക്ലിപ്പ്, ക്രാബ് ക്ലിപ്പ്, സാധാ കല്ല് വെച്ച ക്ലിപ്പ്, മുത്ത് വെച്ച ക്ലിപ്പ്, അങ്ങനെ പല വെറൈറ്റി ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു. ബുഷുകൾ ഉണ്ടായിരുന്നു, പൊട്ടുണ്ടായിരുന്നു, ശിങ്കാർ ഉണ്ടായിരുന്നു, ഐക്കോണിക് ഐലൈനർ, മസ്കാര, അങ്ങനത്തെ മേക്കപ്പ് സാധനങ്ങൾ. അതൊന്നും സാധാ ഒന്നുമല്ല, മേബിലിന്റെ പ്രൊഡക്ട്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ തല ചീകാനുള്ള ചീപ്പ്, മറ്റേ ബ്രഷ് ടൈപ്പ്, തടിയുടെ പല്ലകല ഉള്ളത്, കൂടിയത്, അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ. അങ്ങനെ എന്താ പറയുക, എൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം നോക്കിയിട്ട് ഒരു മിനി ഫാൻസി സ്റ്റോർ തന്നെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ചേച്ചി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ബേസിക് ആയിട്ടുള്ള ദേഹം തുടയ്ക്കാനും തല കെട്ടാനും വേറെ ടവല്, പെരക്കത്തിടാനും മിറ്റത്തിടാനും ചെരുപ്പ്, ബ്രഷ്, ടങ് ക്ലീനർ, ഷാമ്പു, കണ്ടീഷണർ എല്ലാം എനിക്ക് സെപ്പറേറ്റ്. ഇതൊക്കെ ചേച്ചി വാങ്ങി റൂമിൽ സെറ്റ് ചെയ്തത് അബി അറിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു നഗ്നമായ സത്യം. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ചേച്ചിനെ കുറേ നിർബന്ധിച്ച ഇവരുടെ വീട് വന്ന് കാണണം, റൂം വന്ന് കാണണം, നീ ഇവിടെ ഓക്കെ ആയിരിക്കുന്നു, നീ തന്നെ ചെക്ക് ചെയ്യണം എന്നൊക്കെ. പക്ഷെ എൻ്റെ സാഹചര്യം ഒക്കാഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല. ചേച്ചിയെ പറ്റി പറഞ്ഞു തുടങ്ങിയ 2 മിനിറ്റിന്റെ വീഡിയോ അല്ല, 2 ദിവസം കിട്ടിയപ്പോഴും എനിക്ക് പറഞ്ഞു തീരാൻ അത്രയും കഥകളുണ്ട്. ഞാനൊരു മരുമകളായിട്ട് അങ്ങോട്ട് ചെന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ചേച്ചി എന്നെ മനസ്സിലാക്കി എന്ന് പറയുന്നതായിരിക്കും സത്യം. ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ്. ദൈവത്തിനോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഓരോ ദിവസവും എൻ്റെ ഏതൊക്കെയോ വീഡിയോസ് കേട്ടിട്ട് ഇങ്ങനെ ഫോളോവേഴ്സ് കൂടുമ്പോൾ സത്യത്തിൽ കഥകൾ പറയാനുള്ള ഒരു ആവേശവും കൂടുന്നുണ്ട്. എന്നാണേലും വൈകിട്ടായപ്പോൾ ചേട്ടനെത്തി. അവർ ഒരു ദിവസം പിരിഞ്ഞിരുന്നതല്ലേ, അതുകൊണ്ട് കൊച്ചിനെ ഞങ്ങൾ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ചേട്ടനും ചേച്ചിക്കും നമ്മൾ ഒരു സിനിമയൊക്കെ ഇട്ട് കൊടുത്തങ്ങ് സെറ്റിൽ ചെയ്തേക്ക് വന്നേ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.